ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ജന്മനാട്. കാസർഗോഡ് ജില്ലയിലെ പെരിയക്കടുത്തുള്ള കല്യോട്ട് എന്ന പ്രദേശം. ഈ പ്രദേശത്തെ ഈ ഭാഗങ്ങളിൽ നിന്നുമാണ് ഇരുവരും കൊല്ലപ്പെടുന്നത്. 2019 ഫെബ്രുവരി 17 ഉണ്ടായത് പൈശാചികമായ കൊലപാതകമായിരുന്നു. കൃപേഷിന്റെ അമ്മയും സഹോദരിയാണ് ഇപ്പോൾ റിപ്പോർട്ടിനൊപ്പം ചേരുന്നത്. അങ്ങനെ 28-ാം തീയതി മകന്റെ വിധി വരികയാണ്. പ്രതീക്ഷയില്ലേ? പ്രതീക്ഷയുണ്ട്, ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഈ വിധി എന്ന് പറയുന്നത് ഒരു അക്രമ രാഷ്ട്രീയങ്ങൾക്കെതിരെയുള്ള അവരുടെ നീതിക്കായിട്ടുള്ളൊരു വിധി തന്നെയായിരിക്കും. തീർച്ചയായും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഞങ്ങൾ 6 വർഷമായിട്ട് കാത്തു നിൽക്കുന്നതും ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ്. CBI കോടതിയോട് ഞങ്ങൾ വിശ്വസിക്കുന്നു, നിയമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി. ഞങ്ങളെ ഏട്ടന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ പ്രതികളെ എല്ലാവർക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു വിധിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിയമത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടൊരു ദിവസമാണ് ഫെബ്രുവരി 17. അപ്പോൾ ഞങ്ങൾ ഇത്രയും കാത്തിരിക്കുന്നത് 28-നുള്ള ഒരു വിധിക്ക് വേണ്ടിയിട്ടാണ്. ആള് ചെണ്ടമേളത്തിലൊക്കെ, ഈ 2 സഹോദരന്മാരായാലും ചെണ്ടമേളത്തിലൊക്കെ ഭയങ്കര പ്രാഗൽഭ്യം കൽപ്പിച്ച ആൾക്കാർ. അതെ അതെ, ചെണ്ടക്കൂറ്റ് എവിടെ ഉണ്ടോ അവിടെ ആളുണ്ടാവും. ഇപ്പോൾ തെയ്യങ്ങളാണെങ്കിലും എവിടെ ഉത്സവങ്ങളുണ്ടെങ്കിലും. അച്ഛൻ പറഞ്ഞു തെയ്യം നടക്കുന്ന സമയമാണ് ഇവിടെ, അടുത്ത് തെയ്യം നടക്കുന്നുണ്ട്. അതെ അതെ, ഇവിടെ തെയ്യങ്ങളാണെങ്കിലും ഫസ്റ്റ് അവരുണ്ടാവും. 2 പേരും ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. എല്ലാ പരിപാടിക്കാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. പൊട്ടൻ തെയ്യം എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട്. അപ്പോൾ അവിടെ ആഴികൂട്ടുക ഞങ്ങളുടെ ജാതിക്കാരാണ്. അപ്പോൾ അവിടെ ഏട്ടനുണ്ടാവും ഫ്രണ്ടിൽ. അപ്പോൾ ഇന്നലേക്ക് അത് കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഡൗണാണ്. കാരണം മുന്നിലുണ്ടാവേണ്ട ഒരാൾ അവിടെ ഇല്ല. ഇപ്പം ഇന്നാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യാണ്. എൻ്റെ കൂടെ ഉണ്ടാവേണ്ട ഒരാൾ, എൻ്റെ സ്വപ്നമാണ് അന്നൊരു ദിവസം ഇല്ലാണ്ടായിപ്പോയത്. നമ്മുടെ പ്രതീക്ഷയാണ്. ഇപ്പം ഇവിടെ വീട്ടിലിവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും സന്തോഷം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങളവിടെ ചെറ്റക്കുടിയിലാണെങ്കിലും ഞങ്ങൾ ഭയങ്കര സന്തോഷമായിരുന്നു 5 ആളും. പക്ഷെ ഇവിടെ ഏട്ടനില്ലാത്തൊരു കുറവ്, അത് ഒരു കുറവ് തന്നെയാണ്. എന്തായാലും അമ്മേൻ്റെ കണ്ണുനീരിനൊരു ആശ്വാസമായിരിക്കും വിധിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. അതേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ തെയ്യം ഉത്സവം വരുമ്പോൾ നമുക്ക് പിടിച്ച് കണങ്ങില്ല, അത് ഓർമ്മ വരും. ശരത് ലാലിൻ്റെ സഹോദരിയായിരുന്നു സഹോദരൻ്റെ മൃതദേഹം ആദ്യമായിട്ട് കണ്ടത്. അതെ, എങ്ങനെയായിരുന്നു? ഞങ്ങളൊരു കല്യാണ റിസപ്ഷനിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് റോഡരികിൽ ഏട്ടൻ വീണ് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ആദ്യം മനസ്സിലായില്ല, അത് ഏട്ടനാണെന്ന് അറിയില്ലായിരുന്നു. അടുത്ത് പോയി നോക്കിയപ്പോഴാണ് ഏട്ടനാണെന്ന് മനസ്സിലായത്. അപ്പോൾ ആ സമയത്ത് ഏട്ടന് ജീവൻ ഉണ്ടായിരുന്നു. എന്നെ അമ്മയെന്നൊക്കെ വിളിച്ചിരുന്നു ഏട്ടൻ. അപ്പോൾ ജീവനിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ സമയത്ത്, ജീവൻ തിരിച്ചു കിട്ടുന്നില്ല. പക്ഷേ ഇല്ല, ഹോസ്പിറ്റലിൽ എത്തിക്കും മുന്നേ ഏട്ടൻ മരിച്ചു എന്നാണ് അറിഞ്ഞത്. ആ സമയത്ത് അറിഞ്ഞില്ല, കൃപേഷ് കൂടെയുള്ളതൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് ആൾക്കാർ ഓരോരാൾ പറയുമ്പോഴാണ് കൃപേഷും കൂടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. 28-ാം തീയതി അങ്ങനെ വിധി വരികയാണ്. വിധി വരുന്നതിൽ വിശ്വാസമുണ്ട്. പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ആശ്വാസകരമായ വിധി തന്നെയാണ്. വിധിയിൽ നല്ല വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. കാരണം അത്രയും അത്രയും ഇതായിട്ടുള്ളൊരു നിയമ പോരാട്ടമാണ് നടത്തിയത്. കാരണം നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒരു സർക്കാർ ഞങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നില്ല. അവർ പ്രതികളുടെ ഭാഗത്ത് നമ്മളെന്താണോ, കുടുംബം എന്താണോ പറയുന്നത് അതല്ല അവർ നോക്കിയത്. പ്രതികളുടെ ഭാഗത്ത് അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ അതിനെതിരെ പോരാടിയിട്ടാണ് ഞങ്ങൾ CBIയുടെ ഒരു അന്വേഷണത്തിലേക്ക് എത്തിയത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ
ഈ കേസ് മുന്നോട്ട് പോയിട്ടുണ്ട്. CBI വന്നതിന് ശേഷം നമ്മളിപ്പോൾ കോടതിയിൽ പോയ അനുഭവം എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഈ സാക്ഷികളെല്ലാവരും അതിനനുസരിച്ച് അവിടെ സാക്ഷിമൊഴി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പോലും അതിന് വിപരീതമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നല്ലൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. ഈ കേരളത്തിൻ്റെ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റവും നല്ലൊരു മെസ്സേജ് തന്നെ ഉണ്ടാവും. ഇനി ഇത്തരത്തിലുള്ള ഒരു അക്രമം കേരളത്തിൽ ആവർത്തിക്കരുത് എന്നുള്ള ഒരു ഏറ്റവും നല്ലൊരു മെസ്സേജ് തന്നെ കേരളത്തിലുണ്ടാവുന്നു. ഈ ഒരു കേസിൻ്റെ വിധിയോടെ ആ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമീപകാല കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു കാസർഗോഡ് പെരിയയിലെ ഇരട്ട കൊലപാതകം. 2019 ഫെബ്രുവരി 17 തീയതിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. പിന്നീട് കേസ് ഹൈക്കോടതി CBIക്ക് കൈമാറുകയായിരുന്നു. ഇപ്പോൾ കേസിന്റെ വിധി 28 തീയതി ഇപ്പോൾ CBI കോടതി പരിഗണിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ കൃപേഷിന്റെയും അതുപോലെ ശരത് ലാലിന്റെയും അച്ഛന്മാർ നമ്മുടെ കൂടെയുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് അവരുടെ സ്മൃതി മണ്ഡപത്തിലാണ്. അങ്ങനെ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇപ്പോൾ കേസ് 28 തീയതി പരിഗണിക്കുകയാണ്. എന്ത് തോന്നുന്നു? നമ്മളിതുവരെയും കാത്തു നിന്നൊരു നിമിഷമായിരുന്നു. ഇത്രയും കൊടും ക്രൂരത ചെയ്ത ഈ കാപാലികരെ അകത്താക്കുക, അവരെ സമൂഹത്തിൽ വിടരുത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ ആത്മധൈര്യത്തോടും കൂടി നമ്മൾ പ്രവർത്തിച്ചു. കാരണം ഇവിടുത്തെ സ്റ്റേഷൻ അന്വേഷണം, അതായത് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതോടുകൂടി ഈ കേസ് നന്നായി പോകുന്നുണ്ടായിരുന്നു. ഉടനെ സ്പെഷ്യൽ ക്രൈംബ്രാഞ്ചിനെ സർക്കാർ വിട്ടു. പക്ഷേ അത് അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അതിൻ്റെ നിയമവ്യവസ്ഥയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഓരോ വകുപ്പുകളും ദുർബലമായ വകുപ്പുകൾ ഇട്ടിട്ട് അവർ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ തോന്നി. ഇവരെ ശിക്ഷിക്കാൻ പറ്റില്ല, നിയമപരമായി അവർ രക്ഷപ്പെടുമെന്നുള്ള തോന്നൽ കൊണ്ട് നമ്മൾ അത് CBI അന്വേഷണം വേണമെന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതിയെ സമീപിച്ചു. സിംഗിൾ ബെഞ്ചിൽ അത് CBI അന്വേഷിക്കണമെന്നുള്ള വിധി വന്നു. അപ്പോൾ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ചിനും അവിടെ വിധി ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അപ്പോൾ തന്നെ ഇവർ സുപ്രീം കോടതിയിലേക്ക് പോയി സർക്കാർ. പക്ഷേ അവിടെയും നമ്മൾക്ക് CBI അന്വേഷണം വേണമെന്നുള്ള വിധി വന്നു. അതുകൊണ്ട് നമ്മൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ വിധി എന്താ വെച്ചാൽ അന്വേഷണം കൃത്യമായി പോകുമല്ലോ, തെറ്റുകാർക്ക് ശിക്ഷ കിട്ടുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം നമ്മൾക്കുണ്ടായിരുന്നു. അന്വേഷണം തുടങ്ങി, കുറ്റക്കാരെ കണ്ടെത്തി. അപ്പോൾ ഇപ്പോൾ 6 വർഷമായി, അതിനുശേഷം ഇപ്പോൾ 1.5 വർഷമായി CBI അന്വേഷിച്ച പ്രതികളെ വിചാരണ നടക്കുന്നുണ്ട്. അപ്പോൾ 1.5 വർഷമായി നടന്ന ഈ വിചാരണയിൽ നമ്മൾക്ക് 170ഓളം സാക്ഷികളെ വിസ്തരിക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാം ഭംഗിയായി എല്ലാ ആൾക്കാരും കൃത്യമായി അവരവരെ മനസാക്ഷിക്ക് തോന്നുന്ന വിധം കണ്ട വിധം സത്യാവസ്ഥ കോടതി ബോധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ വിധി വരുന്ന കാലത്ത് കാത്തിരിക്കുകയാണ്. ഈ വരുന്ന 28-നാണ് വിധി തരുന്നത്. അത് നമ്മൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. നീതിപീഠം നമ്മൾക്ക് അനുകൂലമായി, അതായത് പ്രതികൾക്ക് തക്ക ശിക്ഷ കൊടുക്കുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം നമ്മൾക്കുണ്ട്. ഇവിടുത്തെ ദേവീദേവന്മാരുടെ കടാക്ഷമുണ്ടാവും. പ്രത്യേകിച്ചും ഇവിടെ അമ്മയുടെ തിരുമുമ്പിൽ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പോകുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതേ കളിയാട്ട കാലം തന്നെയാണ് ഇപ്പോൾ കളിയാട്ടം നടക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു നിമിത്തമായി നമ്മൾ കാണുന്നു. ഈ 28-ന് 23-ാം തീയതിയാണ് ഇവിടെ സമാപനം കളിയാട്ടം. അതേ ദിവസം തന്നെയാണ് 23-ന് 28-ാം തീയതി വിധി പറയുമെന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അത് ദൈവികമായിട്ടില്ല, നമ്മളൊരു വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള ഒരു സമയം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എല്ലാം കൊണ്ടും ദൈവികമായും അതുപോലെ ബഹുമാനപ്പെട്ട നമ്മൾ ഇത്രയും ആദരിക്കപ്പെടുന്ന കോടതി വിധിയിൽ നിന്നും നമ്മൾ ഈ പ്രവർത്തിച്ചതിൻ്റെ ഫലവും അവർ ചെയ്ത കുറ്റത്തിൻ്റെ ഫലവും കൃത്യമായി കിട്ടുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. പക്ഷേ അവിടെയും ഞങ്ങളുടെ കുട്ടികളെ നിഷ്കൂരണം ഇല്ലാണ്ടാക്കിയ ഈ കൂട്ടരെ സംരക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന ഈ പ്രവണത സഹിക്കാൻ ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റുന്നതല്ല. ഒരു തരത്തിലുള്ള മനുഷ്യത്വമില്ലായ്മയും ഈ ഭരണ സംവിധാനത്തെ നമ്മൾ വളരെയധികം വേദനയോടെയാണ് കാണുന്നത്. വരുന്ന തലമുറയിലുള്ള ഈ കുട്ടികളെ ഭാവി ഓർത്ത് വിഷമിക്കുകയാണ്. കാരണം ഇതേ അവസ്ഥ നാട്ടിൽ തുടർന്നാൽ ജനങ്ങളുടെ കാശെടുത്ത് ഈ CBI അന്വേഷണത്തെ മുടക്കാൻ പോയി
അവർ പറഞ്ഞ രീതിക്ക് അന്വേഷണം നടത്താൻ പറ്റുന്നത് അതിലുള്ള വിഷമം നമുക്ക് വളരെയധികം ഉണ്ട്. കാരണം നമ്മൾക്ക് സംരക്ഷണം തരേണ്ട ഒരു സർക്കാരാണ്, അവർക്ക് നീതി വാങ്ങിച്ചു തീർക്കേണ്ട ഒരു സർക്കാരിനോടാണ് നമ്മൾ മല്ലടിക്കുന്നത്. നമ്മൾക്ക് ഈ 28-ന് കാത്തിരുന്ന് കാണാം. അതുവരെ എങ്കിലും ഒരു സന്തോഷമൊന്നുമില്ലെങ്കിലും ഒരു ആശ്വാസം എന്ന രീതിക്ക് ആ വിധി വരുമ്പോൾ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ ഇവർ ഒരിക്കലും ഇതിന്ന് പുറത്തു വരാതെ ഇരിക്കാനുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. കാരണം നാളേക്ക് വരുന്ന ഈ ദുരന്തം, നാളേക്കുള്ള നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇവിടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഇതുപോലെ ക്രിമിനലുകൾ പുറത്തിറങ്ങിയാൽ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും നമുക്ക് നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വരുന്ന ഭാവി, കേരളത്തിൻ്റെ ഭാവി ഓർത്താണ് നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ടും ഒരു ഭയവുമില്ലാതെ ഈ കേസിനെ നേരിട്ടത്. ഇതിന് പിന്നിൽ ഒരുപാട് ആൾക്കാർ, അത് അഡ്വക്കേറ്റുമാർ, അതുപോലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ, അതുപോലെ പ്രസ്ഥാനങ്ങൾ, UDF സംഘടന തന്നെ നമ്മൾ കൂടെ, അതുപോലെ തന്നെ മനുഷ്യസ്നേഹികളായ ഈ സമൂഹം തന്നെ നമ്മൾ പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും നമ്മൾക്ക് ഈ കേസ് കൊണ്ടുപോകാൻ പറ്റി, അതിലുള്ള ഒരു സംതൃപ്തി നമ്മൾക്കുണ്ട്. വിധിയിലെങ്ങനെ പ്രതീക്ഷ? പ്രതീക്ഷ വെച്ചാൽ 28-നാണ് വിധി പറയാൻ വെച്ചിട്ടുള്ളത്. കൊലയാളികൾക്ക് നല്ല ശക്തമായ വിധി ശിക്ഷ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി പറയാം. ഇതിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് CPM-ൻ്റെ മുതിർന്ന നേതാക്കളടക്കം ഈ ഒരു പ്രതിപട്ടികയിലുണ്ട് എന്നുള്ളതാണ്. ഉണ്ട്, അത് ഗൂഢാലോചനയാണല്ലോ. ഈ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ളവർ ചെയ്തു കൂട്ടുന്ന വേലയല്ല, ഇത് അവരുടെ നിർദ്ദേശപ്രകാരം ചെയ്യുകയാണ്. കാരണം വളരുന്ന തലമുറയെ ജനപിന്തുണയുണ്ടെങ്കിൽ അവരെ തകർക്കുക, അങ്ങനെ വളരുന്നൊരു പാർട്ടിയാണ്. അങ്ങനെ വോട്ട് അവിടെ കടന്നു കയറുക, അവിടെ നാട്ടിൽ അന്തർചിത്രങ്ങളുണ്ടാക്കി പിടിച്ചെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ CPM എന്ന് പറയുന്നത്. അതൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം അവർക്ക് നയങ്ങളൊന്ന് വേറെ, അവർ ചെയ്ത പ്രവൃത്തികളൊന്ന് വേറെ. എന്ത് പറഞ്ഞാലും ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിക്കോ ഏത് മനുഷ്യനോ ഒരു തരത്തിലും ചേർന്നതല്ല. ഒരു ഭരണത്തിൻ്റെ ഒരു സ്ഥാനത്തിന് വേണ്ടി ഒരു പാർട്ടി ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ ഇതുവരെ ലോകത്ത് കണ്ടതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവണത. അതിപ്പം നമ്മൾ ഭാരതത്തിലും, അതായത് ഇന്ത്യയിലൊക്കെ, നമ്മൾ പശ്ചിമ ബംഗാളിലും ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇതൊക്കെ കണ്ടുപിടിച്ചതാണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണെങ്കിലും അതേ സിസ്റ്റം തുടർന്നാൽ, നമ്മുടെ നാട്ടിൻ്റെ ഇതുപോലെ മുമ്പോട്ട് പോയാൽ നമ്മുടെ ഇനി വരുന്ന തലമുറയുടെ ഭാവിയാണ് നമുക്ക് ഏറ്റവും ഭയാനകമായി തോന്നുന്നത്. അതുകൊണ്ട് ഇത്തരം സർക്കാരുകൾ, നീതിക്ക് വേണ്ടി പൊരുതേണ്ട സർക്കാർ, നേരെ വിപരീതമായി ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു വ്യവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ല. അതിനു വേണ്ടിയിട്ട് എപ്പോഴും എതിർക്കപ്പെടും. അത് നമ്മൾക്ക് ജീവനുള്ള കാലത്തോളം ഈ സർക്കാർ ഇതുപോലുള്ള ചെയ്യുന്നൊരു സർക്കാരിനെ നമ്മൾക്ക് മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടു നടക്കുമ്പോൾ തന്നെ ഒരു സ്വസ്ഥതയോടെ ജീവിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് അതിനെ എപ്പോഴും ശക്തമായി എതിർക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഈ ഒരു CBI അന്വേഷണത്തിനെ പ്രതിരോധിച്ചിരുന്നു. അതിന് സുപ്രീം കോടതിയിൽ നിന്നാണ് രണ്ടാമത് ഞങ്ങൾക്ക് വിധി കിട്ടി. CBI അന്വേഷണത്തിന് വേണ്ടി വിധി കിട്ടി. അതാണ് CBI അന്വേഷണത്തിൽ നമ്മൾ സന്തോഷമുണ്ട്. ആ CBI അന്വേഷണം വന്നതിനെ കൊണ്ട് ഈ പ്രതികൾക്ക് നല്ല ശിക്ഷ കിട്ടുന്നതിലെ പ്രതീക്ഷയോടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നുള്ളത്. ഗൂഢാലോചന അതെ മേൽത്തട്ടിലെ ആൾക്കാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ഈ CPM-നകത്ത് കൊലപാതകം നടക്കുന്നത്. ആയിരക്കണക്കിന് കൊലപാതകം നടക്കുന്നുണ്ടെങ്കിലും ഏതായാലും 100-ൽ ഒരു 5-ഓ 10-ഓ അത് കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നത് ജനങ്ങളുടെ, മാധ്യമങ്ങളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇല്ലെങ്കിൽ അത് വ്യക്തിപരമായും മറ്റുള്ള അവരെ സ്വത്ത് തർക്കം അല്ലെങ്കിൽ മറ്റു രീതിക്കായിട്ട് മാറ്റും, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്, ഇങ്ങനെയാണ് ഇവരുടെ കഥ. അപ്പോൾ ഇതെപ്പോഴും എല്ലാ വേണ്ടാദിനങ്ങളും കേരളത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു ഭീകരാന്തരീക്ഷം നാടിനെ സൃഷ്ടിക്കുന്നുണ്ട്. അതൊരു ഭയാനകമായ ഒരു കാര്യമാണ്. ഒരു നീതി എന്ന് പറയുന്നത്, അത് ജനാധിപത്യം എന്ന് പറയുന്നത് നാട്ടിൽ നിലനിൽക്കേണ്ട അത്യാവശ്യമാണ്. അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ട് ഇതിനൊക്കെ ചൂഷണം ചെയ്തും കൊണ്ട് ക്രിമിനലുകൾ വളർത്തുക എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നതല്ല. അതിന് ഒരു തടയിടണം. എന്തായാലും അക്രമ രാഷ്ട്രീയങ്ങൾക്കെതിരെയുള്ളൊരു വിധി തന്നെ ആവട്ടെ. അക്രമ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയപരമായി മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് ഒരു ഭരണകർത്താക്കൾക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതല്ല. അത് ഒരിക്കലും താൽക്കാലികം മാത്രമാണ്. കാരണം ഇങ്ങനെയുള്ള വേണ്ടാതനങ്ങൾ ചെയ്യുന്നത് താൽക്കാല സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും എപ്പോഴും ദീർഘകാലമായത് പോകില്ല. മനുഷ്യരെല്ലാം ബോധവാന്മാരാകും. പക്ഷേ ഇതിൽ തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ട് ചെയ്യുന്ന ഈ പ്രവൃത്തി, അത് പ്രത്യേകിച്ചും ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, പലതും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും നിയമങ്ങളും കാര്യങ്ങളും ചിട്ടവട്ടങ്ങളോ ഒരു ഭരണ സംവിധാനങ്ങളെയോ അറിയപ്പെടണമെന്നില്ല. അപ്പോൾ താഴെത്തട്ടിലുള്ളവർക്കൊക്കെ വോട്ട് കൊടുക്കും. പക്ഷേ ഇതിൻ്റെ അവസ്ഥ അവർക്കും വരും. അവർക്ക് വരുമ്പോൾ ഇത് ബോധ്യം വരും.
ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾ തടയിട്ടേ പറ്റൂ. അതിനൊരു മാർഗമായി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഈ പ്രവർത്തിക്കൽക്കെതിരെ ശക്തമായ ജനമുന്നേറ്റം വേണം. അല്ലെങ്കിലല്ലാതെ നീതിപീഠത്തിൻ്റെ അടുത്ത് തെളിവുണ്ടവർ മാത്രമേ ശിക്ഷിക്കപ്പെടൂ. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇതില്ലാതിരിക്കാൻ ജനസമൂഹം ഒറ്റക്കെട്ടായി നിന്നേ ഇതിന് മാറ്റം വരുത്താൻ പറ്റൂ. എന്തായാലും മക്കൾക്ക് വേണ്ടിയുള്ള നീതിക്കായുള്ള കാത്തിരിപ്പിനാണ് ഈ രണ്ട് അച്ഛന്മാരും. ഈ മാസം 28-ാം തീയതിയാണ് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും വിധി വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് സ്മൃതി മണ്ഡപത്തിലാണ്. ഇവരുടെ കാണാൻ നമുക്ക് കൃപേഷും അതുപോലെ ശരത് ലാലും ഇപ്പോഴും ഈ നാടിൻ്റെ ഓർമ്മയായി തന്നെ നിൽക്കുന്നുണ്ട്. ഈ നാടിൻ്റെ വറ്റാത്ത ഓർമ്മ തന്നെയാണ് പറയാം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.